ഫിഫ്ത്ത് മൊഡ്യൂളിൽ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഫൈബർ ഒപ്റ്റിക്സ് ആണ്. അപ്പോൾ ഒപ്റ്റിക് ഫൈബർ എന്ന് പറയുന്ന ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. അപ്പം എന്താണ് ഒരു ഫൈബർ ഒപ്റ്റിക് അല്ലെങ്കിൽ ഒപ്റ്റിക് ഫൈബർ എന്താണെന്ന് ചോദിച്ചാൽ ഈ ഫിഗർ നിങ്ങൾ നോക്കിയേക്കുക. ഇതാണ് ഒരു ഒപ്റ്റിക് ഫൈബർ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഈ ഫൈബറിലൂടെ നമ്മൾ ലൈറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. Light entered through one end of the fiber can propagate it by total internal reflection. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഫിനോമിനൻ വഴി നമുക്ക് ഈ ലൈറ്റിനെ ഇപ്പുറത്തെ സൈഡിൽ എത്തിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് ഇതാണ് ഒരു ഒപ്റ്റിക് ഫൈബറിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ഇതിനെ പറ്റിയുള്ള ഒപ്റ്റിക് ഫൈബറിനെ പറ്റിയുള്ള സ്റ്റഡി നടത്തുന്ന ബ്രാഞ്ചാണ് ഫൈബർ ഒപ്റ്റിക്സ്. ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് physics deals with optic fiber and its properties. Okay, അപ്പോൾ ഒപ്റ്റിക് ഫൈബർ ഈ ഫിഗർ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആൻ ഇന്നർ സിലിണ്ടർ ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1 ആൻഡ് ഔട്ടർ സിലിണ്ടർ ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2. ഇന്നർ ലെയർ ഈസ് കോൾഡ് കോർ ആൻഡ് ഔട്ടർ ലെയർ ഈസ് കോൾഡ് ക്ലാഡിംഗ്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ആണ്. ഈ കോർ എന്ന് പറയുന്നത് ക്ലാഡിംഗ് എന്ന് പറയുന്ന ലെയേഴ്സ് എല്ലാം എന്താണ്, ഡൈഇലക്ട്രിക് മെറ്റീരിയൽസ് ആണ്. പക്ഷേ കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1 എന്ന് പറയും, ക്ലാഡിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2. അതുപോലെ പ്രത്യേകം ഓർക്കേണ്ട ഒരു പോയിൻ്റാണ് N1 ഗ്രേറ്റർ ദാൻ N2. അതായത് കോർ എന്ന് പറയുന്ന ലെയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1 ആണ്, അത് N2നേക്കാളും ഗ്രേറ്റർ ആയിരിക്കും. N1 ഗ്രേറ്റർ ദാൻ N2. കാര്യം നമുക്കറിയാം, ലൈറ്റ് ഇപ്പോൾ ഇതിലൂടെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ വഴിയാണ് പോകുന്നത്. അപ്പോൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ ലൈറ്റ് ട്രാവൽ ഫ്രം ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം ആൻഡ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഗ്രേറ്റർ ദാൻ, ഇതാണ് നമ്മൾ ക്രിട്ടിക്കൽ ആംഗിൾ. ഈ 2 പോയിൻ്റ് ഉണ്ടെങ്കിലേ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കത്തുള്ളൂ. അപ്പോൾ വരുന്ന ലൈറ്റ് ഇവിടെ എത്തിയിട്ട് ഇവിടെ ഇങ്ങനെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ ട്രാവൽ ഫ്രം ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം. അതായത് N1 എന്ന് പറയുന്നത് ഡെൻസർ മീഡിയം, N2 എന്ന് പറയുന്നത് റെയറർ മീഡിയം ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ വാല്യൂ N1 ഗ്രേറ്റർ ദാൻ N2 എന്നുള്ള പോയിൻ്റ് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞേക്കുന്ന പോയിൻറ്റ്സ്. ഒപ്റ്റിക് ഫൈബർ ഈസ് എ വെരി തിൻ സിലിണ്ട്രിക്കൽ ഷേപ്ഡ് ട്രാൻസ്പെറൻറ്റ് ഡൈഇലക്ട്രിക് മെറ്റീരിയൽ സറൗണ്ടഡ് ബൈ another transparent dielectric material of comparatively low refractive index. Okay, അപ്പോൾ optic fiber consists of a very thin cylindrical shaped transparent dielectric surrounded by another cylindrical shaped transparent dielectric material. Okay, that means ഒന്നുകൂടി പറയാം, ഒപ്റ്റിക് ഫൈബർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി തിൻ cylindrical shaped transparent dielectric material surrounded by another cylindrical shaped transparent dielectric material, and the inner layer is called core and it having refractive index N1, and the outer layer is called cladding of refractive index N2. അതുപോലെ പ്രധാനപ്പെട്ട പോയിൻ്റാണ് N1 ഗ്രേറ്റർ ദാൻ N2. അതിവിടെ എഴുതിയിട്ടില്ല, അത് നിങ്ങൾ ഇതിൻ്റെ സൈഡിലായിട്ട് നോട്ട് ചെയ്തേക്കാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ, ഈ ലെയറിനെയാണ് കോർ എന്ന് പറയുന്നത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ക്ലാഡിംഗ്, N1 ഗ്രേറ്റർ ദാൻ N2. അതുപോലെ ലൈറ്റ് എൻ്റർ ത്രൂ വൺ എൻഡ് ഓഫ് ദി കോർ പ്രൊപ്പഗേറ്റ് ത്രൂ ഇറ്റ് ബൈ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ അറ്റ് ദ ബൗണ്ടറി ഓഫ് കോർ ക്ലാഡിംഗ്. അതായത് ഈ കോർ ക്ലാഡിംഗ് ഇൻ്റർഫേസ് വെച്ചിട്ട് ഇൻ്റർഫേസിൻ്റെ അവിടെ അതിന് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടന്ന് അതിങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകും. ലൈറ്റ് അണ്ടർഗോസ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. അപ്പം ഒപ്റ്റിക് ഫൈബറിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണ്. ഒപ്റ്റിക് ഫൈബറിൻ്റെ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഏത് പ്രോപ്പർട്ടി ആണെന്ന് ചോദിച്ചാൽ ആൻസർ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണ്. ഒപ്റ്റിക് ഫൈബറിൽ നടക്കുന്ന ഫിനോമിനൻ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഒപ്റ്റിക് ഫൈബറിനകത്ത് ചോദിച്ചാൽ നിങ്ങൾ മെയിനായിട്ടും കോറിനെ പറ്റിയും ക്ലാഡിങ്ങിനെ പറ്റിയും പറയുക, അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ വാല്യൂവിനെ പറ്റിയും പറയാം. അടുത്ത ഒപ്റ്റിക് ഫൈബർ ആർ ഓഫ് 2 types. ഒന്ന് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ ആൻഡ് ദ അതർ വൺ graded index fiber. Optic fiber are of 2 types. One is step index fiber and the other one is graded index fiber. അപ്പോൾ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ ആണെങ്കിലും ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ ആണെങ്കിലും N1 ഗ്രേറ്റർ ദാൻ N2 എന്നുള്ള പോയിന്റിന് മാറ്റമൊന്നുമില്ല. സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും പോയിൻറ്റ്സ് മാത്രം ഓർക്കുക. സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിനകത്താണെങ്കിൽ കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1 is a constant value
ബട്ട് N2 ഗ്രാജ്വലി ഡിക്രീസസ്. അതായത് N2ൻ്റെ വാല്യൂ ഓൾറെഡി ഇതിനേക്കാളും കുറവായിരിക്കും, പക്ഷേ ഈ ലെയറിൻ്റെ ഈ സർഫസിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്തോറും ഡിക്രീസ് ചെയ്യുന്നു. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ക്ലാഡിംഗ് ഡിക്രീസസ്. അപ്പോൾ N1 എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും, N2 എന്ന് പറയുന്നത് വേരി ചെയ്യും. ഇതാണ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിൻ്റെ പ്രത്യേകത. ഇനി ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറിനകത്താണെങ്കിൽ തിരിഞ്ഞു വരും. N2 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും, പക്ഷേ N1 എന്ന് പറയുന്നത് വേരിയിങ് ആയിരിക്കും. ഇതാണ് സ്റ്റെപ്പ് ഇൻഡെക്സും ഗ്രേഡഡ് ഇൻഡെക്സും തമ്മിലുള്ള വ്യത്യാസം. അതാണ് ഈ പോയിൻ്റായിട്ട് എഴുതിയേക്കുന്നത്. ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ കോർ ഓഫ് കോൺസ്റ്റൻറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1. അതായത് ഇൻ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ it is characterized by core of refractive index N1 and it is surrounded by cladding of lower refractive index N2 and the refractive index decreases from N1 to N2. N1 ൽ നിന്ന് N2 പോകുന്തോറും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞു വരുന്നു. അതുപോലെ ഇതിനൊരു പ്രൊഫൈൽ, ഒരു ക്രോസ് സെക്ഷണൽ ഇൻഡെക്സ് പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു ഫിഗർ നമ്മളിത് വരയ്ക്കും. അതിൻ്റെ സ്ട്രക്ചർ ഒരു സ്റ്റെപ്പ് ലൈക്ക് സ്ട്രക്ചറാണ്. ഇതാ ഇതുപോലൊരു സ്റ്റെപ്പ് ലൈക്ക് പ്രൊഫൈൽ നമുക്ക് കിട്ടുന്നതുകൊണ്ടാണ് ഇതിനെ എന്തെന്ന് പറയുന്നത്, നമ്മളിതിൻ്റെ സ്റ്റെപ്പ് ലൈക്ക് പ്രൊഫൈൽ എന്ന് ഇതിൻ്റെ പേര് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ. ദാ ഈ ഫിഗർ നിങ്ങൾ നോക്കിക്കേ, ഇത് നമ്മുടെ ഫൈബറിൻ്റെ ആ സിലിണ്ടറിക്കൽ ഷേപ്ഡ് സ്ട്രക്ചറാണ് കാണിച്ചേക്കുന്നത്. N1 ഉം N2 ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. N1 കോറാണ്, N2 ക്ലാഡിംഗ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം വരയ്ക്കേണ്ടത് ഇത്രയും പോർഷൻ വരച്ചിട്ട് കോറും ക്ലാഡിങ്ങും ഒക്കെ മാർക്ക് ചെയ്യുക, ഒരു ആക്സിസും മാർക്ക് ചെയ്യണം. എന്നിട്ട് നേരത്തെ കാണിച്ച പോലെ ലൈറ്റ് ടോട്ടൽ ഇൻ്റേണൽ റിഫ്ലക്ഷൻ വഴി പോകുന്ന ഫിഗർ വരച്ചേക്കുക. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ ആ സെയിം ഫിഗറാണ്. ഇത് വരയ്ക്കാൻ ബുദ്ധിമുട്ടില്ല. ഇനി ഈ ആക്സിസ് ഇങ്ങോട്ട് വരച്ചിട്ട് ഇത് റേഡിയൽ ഡിസ്റ്റൻസ് ആണ് കാണിച്ചേക്കുന്നത്. അതായത് ഏറ്റവും കൂടിയ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എക്സ് ആക്സിസിലും ആ റേഡിയൽ ഡിസ്റ്റൻസ് Y ആക്സിസിലും എടുക്കുകയാണ്. ഇവിടെയാണ് N1 മാർക്ക് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് N2, ഇവിടെ N0. അപ്പോൾ 3 വാല്യൂ നമ്മൾ മാർക്ക് ചെയ്യണം. ഇത് കാണാൻ പറ്റുമോ എന്നറിയില്ല, നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഏറ്റവും കൂടിയ വാല്യൂ N1. നമ്മൾ ആദ്യമേ പറയുന്നുണ്ട് N1 ഗ്രേറ്റർ ദാൻ N2 ആണെന്നുള്ളത്. അപ്പോൾ ഏറ്റവും വലിയ വാല്യൂ N1, അതിന് തൊട്ട് പുറകിലായിട്ട് N2, അതിന് ബാക്കിലായിട്ട് N0. ഇനി N1 എത്രയും റീജിയൻ വരും എന്ന് ചോദിച്ചാൽ ഈ കോറിൻ്റെ അത്രയും സ്ഥലത്ത് N1 വരയ്ക്കണം. ഇനി N2 എന്ന് പറയുന്നത് ഈ ക്ലാഡിങ്ങിൻ്റെ സ്ഥലത്തായിട്ട് N2ൻ്റെ മാർക്ക് ചെയ്യാം. N2 എന്ന് പറയുന്നത് ഇവിടെ ഇതിൻ്റെ നേരെ വരും. ഇനി ബാക്കി ഇത് എയറാണ്, എയറിൻ്റെ അവിടെ N0, അതിങ്ങനെ വരയ്ക്കും. അപ്പോൾ ഇതൊരു സ്റ്റെപ്പ് ലൈക്ക് പ്രൊഫൈൽ കിട്ടും. ദെയർഫോർ ഇറ്റ് ഈസ് കോൾഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഇറ്റ് ഈസ് characterized by a core of very thin layer of transparent material of refractive index N1. It is surrounded by cladding of lower index but a constant value. ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് ക്ലാഡിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. അതുപോലെ ഇവിടെ ലൈറ്റിന് ഒരു ബെൻഡിങ് ആണ് സംഭവിക്കുന്നത്. ഇത് കോൺസ്റ്റൻറ്റ് വാല്യൂ ആയതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ലൈറ്റ്, ഈ N1ൻ്റെ വാല്യൂ ഒരു ഡിമിനിഷിങ് വാല്യൂ ആണ്. ദെയർഫോർ ഇവിടെ വരുന്ന ലൈറ്റ് ഇങ്ങനെ ബെൻഡ് ചെയ്ത് പോകും. അപ്പോൾ ഈ ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറിൻ്റെ ഇതേപോലുള്ള ഫിഗർ വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ബെൻഡ് ചെയ്ത് വളച്ച് കാണിക്കുക. അപ്പോൾ ഇതാണ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറും ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. അപ്പോൾ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ ആൻഡ് ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ എന്ന് ചോദിച്ചാൽ, ഇൻ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ കോർ ഹാവിങ് കോൺസ്റ്റൻറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1 ആൻഡ് ക്ലാഡിംഗ് ഓഫ് ഡിമിനിഷിംഗ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിക്രീസസ് ഫ്രം N1 to N2. അതാണ് പറയുക. ബട്ട് ഇൻ ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ ക്ലാഡിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. N2 ഈസ് എ കോൺസ്റ്റൻറ്റ് ബട്ട് N1 ഈസ് എ ഡിമിനിഷിംഗ് വാല്യൂ. ആ 2 പോയിൻറ്റ്സാണ് മെയിനായിട്ട് ഓർത്ത് പറയേണ്ടത്. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ന്യൂമറിക്കൽ അപ്പേർച്ചർ. അപ്പോൾ ഇത് ചോദിക്കും ക്വസ്റ്റ്യനിൽ, ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ന്യൂമറിക്കൽ അപ്പേർച്ചർ ഓഫ് ആൻ ഒപ്റ്റിക് ഫൈബർ. അപ്പം നോക്കിക്കേ, ന്യൂമറിക്കൽ അപ്പേർച്ചർ ഓഫ് ആൻ ഒപ്റ്റിക് ഫൈബർ ഈസ് എ മെഷർ ഓഫ് ലൈറ്റ് ഗ്യാതറിംഗ് കപ്പാസിറ്റി. Numerical aperture of an optic fiber is a measure of its light gathering capacity and it is defined as the sine of maximum value of acceptance angle. ന്യൂമറിക്കൽ അപ്പർച്ചർ ഇസ് ഈക്വൽ ടു സൈൻ ആൽഫ എം. അതായത് ഒരു ഒപ്റ്റിക് ഫൈബറിൻ്റെ ലൈറ്റിനെ ഗ്യാദർ ചെയ്യാനുള്ള കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന വാല്യൂ ആണ് അതിൻ്റെ ന്യൂമറിക്കൽ അപ്പർച്ചർ എന്നുള്ള വാല്യൂ. അപ്പോൾ ന്യൂമറിക്കൽ അപ്പർച്ചർ ഒരു ഫൈബറിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേം ആണ്. ന്യൂമറിക്കൽ അപ്പർച്ചർ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ന്യൂമറിക്കൽ അപ്പർച്ചർ ഇസ് ഈക്വൽ ടു സൈൻ ആൽഫ എം, സൈൻ ഓഫ് മാക്സിമം വാല്യൂ ഓഫ് അക്സെപ്റ്റൻസ് ആംഗിൾ. ആൽഫ എം ഈസ് കോൾഡ് അക്സെപ്റ്റൻസ് ആംഗിൾ. അപ്പോൾ ഇതൊക്കെ എന്താണെന്നുള്ളത് ഇനി ബാക്കിയായിട്ട് പറയുമ്പോൾ മനസ്സിലാവും. ഇപ്പം നിങ്ങൾ ഇത്രയും ഓർത്താൽ മതി. ന്യൂമറിക്കൽ അപ്പർച്ചർ ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് മാക്സിമം വാല്യൂ ഓഫ് അക്സെപ്റ്റൻസ് ആംഗിൾ. എന്നിട്ട് ഇതാ നേരത്തെ വരച്ച അതേ ഫിഗർ ഇങ്ങനെ വരച്ചേക്കുന്നു. ഇത് കോറാണ്, ചുറ്റും ക്ലാഡിംഗ് ഉണ്ട്, ലൈറ്റ് ഇങ്ങനെ വരുന്നുണ്ട്. ആ ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യുന്ന ആംഗിൾ ആൽഫ എന്ന് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഈ ഫൈബറിനകത്തേക്ക് ഈ ലൈറ്റ് കയറുന്നു, ആ ആംഗിൾ തീറ്റ.
അപ്പോൾ ഇത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ്, ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്, ഇത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഇനി ഇവിടെ വരുന്ന ലൈറ്റ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ അങ്ങനെ നടക്കാൻ കാര്യം n1 ഗ്രേറ്റർ ദാൻ n2 ആയതുകൊണ്ടാണ്. അത് ഇങ്ങനെ വരും. ഇത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ബാക്കി ഫിഗർ കണ്ടിന്യൂ ചെയ്യുക. ഇനി നമ്മളിവിടെ 3 ആംഗിളാണ് മാർക്ക് ചെയ്യണത്. ഒന്ന് ആൽഫ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, തീറ്റ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, പിന്നെ ഫൈ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ആംഗിൾ ആണ്. കാര്യം ആ ആംഗിളിന് മേളിലാണെങ്കിൽ ഇത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഫൈ മാർക്ക് ചെയ്യുക. പിന്നെ n1 കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n1 ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ക്ലാഡിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n2. ഇത് ഡിസ്റ്റൻസ് എ മാർക്ക് ചെയ്തേക്കുന്നു, ആ കോറിൻ്റെ റേഡിയൽ ഡിസ്റ്റൻസ് എ. അത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേം ആയിട്ട് കാണുന്നില്ല. കാര്യം നിങ്ങൾ ഈ 3 ആംഗിളാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒന്ന് ആൽഫ, തീറ്റ ആൻഡ് ഫൈ. ഓക്കെ, ബാക്കി ഈ പറഞ്ഞ കാര്യങ്ങളാണ് അതിനകത്ത് എഴുതിയേക്കുന്നത്. കൺസിഡർ എ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ മെയ്ഡ് ഓഫ് കോർ ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n1 ആൻഡ് ക്ലാഡിംഗ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n2, n1 ഗ്രേറ്റർ ദാൻ n2. ഇതൊക്കെയാണ് നമ്മൾ കുറച്ച് നേരം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോയിന്റ്സ്. ദ എൻഡ് ഫേസസ് ഓഫ് ദി ഫൈബർ ആർ കട്ട് റൈറ്റ് ആംഗിൾ ടു ദ ആക്സിസിന് റൈറ്റ് ആംഗിൾ ആയിട്ട് ഈ ഫേസ് നമ്മൾ കട്ട് ചെയ്തേക്കുന്നു. ലൈറ്റ് എൻറ്ററിങ് അറ്റ് ആൻ ആംഗിൾ ആൽഫ, അല്ലെങ്കിൽ പറയാം ആൽഫ ഇസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ ദ റേ ഇൻസിഡൻറ്റ് ഓൺ ദി കോർ ക്ലാഡിംഗ് ഇൻ്റർഫേസ് അറ്റ് ആൻ ആംഗിൾ ഫൈ. കോർ ക്ലാഡിംഗ് ഇൻ്റർഫേസിൽ 5 ആംഗിളിൽ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് അണ്ടർഗോ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആൻഡ് പ്രൊസീഡഡ് ഫോർവേഡ് ബൈ എ നമ്പർ ഓഫ് റിഫ്ലക്ഷൻസ്. ഒരുപാട് റിഫ്ലക്ഷൻസ് കഴിഞ്ഞ് ഇതിങ്ങനെ പ്രൊസീഡ്, ഈ ലൈറ്റ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ ഇത്രയും സെൻറ്റൻസ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് വേണമെങ്കിൽ വേറൊരു രീതിയിൽ എഴുതാം. കൺസിഡർ എ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ മെയ്ഡ് ഓഫ് കോർ ഹാവിംഗ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n1, cladding having refractive index n2, n1 greater than n2, alpha is the angle of incidence and theta is the angle of refraction. Light incident on the core cladding interface at an angle phi. The light incident on the core cladding interface at an angle phi. Okay, then the light undergo total internal reflection and proceed. ഇത്രയും പറഞ്ഞാലും മതി ആ പാരഗ്രാഫായിട്ട്. ഓക്കെ, ദെൻ ഇതിൻ്റെ തിയറി. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ വിത്ത് റെസ്പെക്ട് ടു എയർ. അത് ഇങ്ങനെയാണ് എഴുതുന്നത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോറിൻ്റെത് 1, വിത്ത് റെസ്പെക്ട് ടു എയർ എന്ന് എഴുതുന്നത് 0. n1 0 എന്ന് വെച്ചാൽ n1/n0 ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു സൈൻ ആൽഫ ബൈ സൈൻ. അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇസ് ഈക്വൽ ടു സൈൻ ഐ ബൈ സൈൻ ആർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇങ്ങനെയാണ് എഴുതേണ്ടത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ വിത്ത് റെസ്പെക്ട് ടു എയർ എന്നുള്ളത് ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. n1 ഈ 1 ആണ് നമ്മളിവിടെ ആദ്യം എഴുതുന്നത്. അതാണ് ഇവിടെ ആദ്യം എഴുതേണ്ടത്. n1/n0 വിച്ച് ഇസ് ഈക്വൽ ടു സൈൻ ഐ ബൈ സൈൻ ആർ. അതായത് സൈൻ ആൽഫ ബൈ സൈൻ തീറ്റ. ഇവിടെ ഐയും ആറും ഒക്കെ ആൽഫയും തീറ്റയുമാണ്. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ n1 സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു n0 സൈൻ ആൽഫ. തീറ്റ ഇസ് ഈക്വൽ ടു 90 - 5. അതെങ്ങനെയാണ് വരണേന്ന് അറിയോ? തീറ്റ ഇസ് ഈക്വൽ ടു 90. നോക്കിക്കേ, ഇതൊരു ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളാണ്. ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളാണ് ഇവിടെ ഉള്ളത്. തീറ്റയും ഫൈയും വരണം റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണുള്ളത്. അപ്പോൾ തീറ്റ പ്ലസ് 5 പ്ലസ് 90 ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി വരും. തീറ്റ പ്ലസ് 5 പ്ലസ് 90 ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി ഈ ട്രയാങ്കിളിനകത്ത് വരും. അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു 90 - 5 എന്നുള്ളത് അങ്ങനെയാണ് കിട്ടണത്. ഓക്കെ, തീറ്റ ഈസ് ഈക്വൽ ടു 90 - 5. തീറ്റ ഇസ് ഈക്വൽ ടു 90 - 5 എന്നുള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി n1 തീറ്റയുടെ സ്ഥലത്ത് 90 - 5 ഇസ് ഈക്വൽ ടു n0 സൈൻ ആൽഫ. ഇനി സൈൻ 90 - തീറ്റ കോസ് തീറ്റയാണ്. അത് n1 കോസ് 5 ഇസ് ഈക്വൽ ടു n0 സൈൻ ആൽഫ. അടുത്ത വെൻ ആൽഫ ഇസ് ഈക്വൽ ടു ആൽഫ എം, ഫൈ ഇസ് ഈക്വൽ ടു. അതായത് ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൽഫ എന്ന് പറയുന്നത് ഒരു പ്രത്യേക വാല്യൂ ആകുമ്പോൾ, ഒരു പ്രത്യേക ആംഗിൾ ഇൻസിഡൻറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇതിങ്ങനെ റിഫ്ലക്ഷൻ വരത്തുള്ളൂ. അപ്പോൾ ആ ആൽഫയുടെ വാല്യൂ ആണ് ആൽഫ എം. ഇവിടെ ആൽഫ എം ആകുമ്പോൾ ഫൈയുടെ വാല്യൂ 5c എന്നാകും. അപ്പോൾ ആൽഫ ഇസ് ഈക്വൽ ടു ആൽഫ എം, ഫൈ ഇസ് ഈക്വൽ ടു 5c. അപ്പോൾ ആൽഫയുടെ സ്ഥലത്ത് ആൽഫ എമ്മും ഫൈയുടെ സ്ഥലത്ത് 5cയും കൊടുത്താൽ n1 കോസ് 5c ഇസ് ഈക്വൽ ടു n0 സൈൻ ആൽഫ എം എന്ന് വരും. അപ്പോൾ ഇത് ഇക്വേഷൻ നമ്പർ 1. അടുത്ത റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ വിത്ത് റെസ്പെക്ട് ടു ക്ലാഡിംഗ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ 1 ആണ്. ക്ലാഡിംഗ് ആയതുകൊണ്ട് ഇവിടെ 2 എന്ന് എഴുതണം. ഇവിടെ ആദ്യം എഴുതിയ 1 ആയതുകൊണ്ട് n1/n2. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ക്രിട്ടിക്കൽ ആംഗിൾ c ആണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഇക്വേഷൻ 1/sin c ആണ്. അപ്പോൾ ഇവിടെ 1/sin 5c. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ n2/n1 ഇസ് ഈക്വൽ ടു sin 5c. റെസിപ്രോക്കൽ എടുത്തു. അടുത്ത
കോസ് ഫൈവ് സി ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ ഫൈവ് സി ആണ്. അങ്ങനെ കോസ് ഫൈവ് സി ഈക്വൽ ടു ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. റൂട്ട് ഓഫ് n1 സ്ക്വയർ. ഇത് സ്റ്റെപ്പ് സോൾവ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇക്വേഷൻ നമ്പർ 2. 1 എന്തായിരുന്നു? 1-നകത്ത് ഈ കോസ് ഫൈവ് സി ഉണ്ട്. ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ n1 ഇൻറ്റു ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത സ്റ്റെപ്പാണ് ഈ ആദ്യം കാണിച്ചേക്കണേ. വിച്ച് ഇസ് ഈക്വൽ ടു n0 സൈൻ ആൽഫ എം. n1 ഒക്കെ ക്യാൻസൽ ചെയ്ത് പോകും. n0 എന്ന് വെച്ചാൽ എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആയി മാറും. സൈൻ ആൽഫ എം ഈസ് കോൾഡ് ന്യൂമറിക്കൽ അപ്പർച്ചറിൻ്റെ അടുത്ത ഇക്വേഷൻ റൂട്ട് ഓഫ് n1 സ്ക്വയർ മൈനസ് n2 സ്ക്വയർ. ഈ ഡെറിവേഷൻ നിങ്ങൾ ചെയ്ത് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് ചോദിച്ചാൽ മതി. ആ സ്റ്റെപ്സൊക്കെ ഞാനത് പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് ന്യൂമറിക്കൽ അപ്പർച്ചർ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. അടുത്ത ഇതിനകത്തുള്ള 2 പോയിൻറ്റ്സ് എന്ന് പറയുന്നത്, ഒന്ന് ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും പിന്നെ ഒന്നുള്ളത് ഫൈബർ ഒപ്റ്റിക് സെൻസറുമാണ്. ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഈ ബ്ലോക്ക് ഡയഗ്രം നമ്മൾ വരയ്ക്കുക. ദ ബ്ലോക്ക് ഡയഗ്രം ഓഫ് ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഈസ് ഷോൺ ഇൻ ഫിഗർ. ഇതാ നോക്കിക്കേ, ഇൻപുട്ട് സിഗ്നൽ, എൻകോഡർ, ഒപ്റ്റിക്കൽ ട്രാൻസ്മിറ്റർ, ഇനി ആ ഫൈബർ കേബിൾ, ഫോട്ടോ ഡിറ്റക്ടർ എന്നാണ് എഴുതിയേക്കുന്നത്. ഫോട്ടോ ഡിറ്റക്ടർ, ഡീകോഡർ, ഔട്ട്പുട്ട് സിഗ്നൽ. ഇതിനകത്ത് ഇത്രയും പോർഷനെ ട്രാൻസ്മിറ്റർ എന്ന് കാണിച്ചേക്കുക, ഇത്രയും പോർഷൻ റിസീവർ. ഇൻപുട്ട് സിഗ്നൽ ഈസ് കൺവേർട്ട് ഇൻറ്റു ഇലക്ട്രിക്കൽ. നമ്മൾ ആദ്യം നമ്മുടെ ഇൻപുട്ട്, ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സിഗ്നലിനെ സെൻഡ് ചെയ്യണം. അപ്പോൾ ഇൻപുട്ട് സിഗ്നലിനെ എന്താക്കി മാറ്റുക? ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റുക. ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഇൻപുട്ട് സിഗ്നൽ ഈസ് കൺവേർട്ട് ഇൻറ്റു ഇലക്ട്രിക്കൽ സിഗ്നൽ. അടുത്ത ഈ എൻകോഡർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ കണ്ടിന്യൂസ് ഇലക്ട്രിക്കൽ സിഗ്നലിനെ ഡിജിറ്റൽ പൾസസ് ആക്കി മാറ്റും. അപ്പോൾ കണ്ടിന്യൂസ് സിഗ്നലിനെ ഡിജിറ്റൽ പൾസസ് ആക്കി മാറ്റുന്നതാണ് എൻകോഡർ. ആ ഡിജിറ്റൽ പൾസസ് എവിടെ എത്തും? ഒപ്റ്റിക്കൽ ട്രാൻസ്മിറ്ററിലെത്തും. അങ്ങനെ ഒപ്റ്റിക്കൽ ട്രാൻസ്മിറ്റർ എന്ന് വെച്ചാൽ LED ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ ജോലി എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ സിഗ്നലിനെ ലൈറ്റായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഈ ഒപ്റ്റിക്കൽ ട്രാൻസ്മിറ്ററിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇലക്ട്രിക്കൽ സിഗ്നലാണ്, റൈറ്റ് സൈഡ് എത്തുമ്പോൾ അത് ലൈറ്റ് ആവും. അപ്പോൾ എൻകോഡറിൻ്റെ ജോലി കണ്ടിന്യൂസ് സിഗ്നലിനെ ഡിജിറ്റൽ ആക്കുക. ഒപ്റ്റിക്കൽ ട്രാൻസ്മിറ്ററിൻ്റെ ജോലി ഈ സിഗ്നലിനെ ലൈറ്റാക്കി മാറ്റുക. അങ്ങനെ ലൈറ്റ് എവിടെ കൂടി പോകും? ഫൈബറിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്ത് ദൂരെ സ്ഥലങ്ങളിലൊക്കെ അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസിൽ നമുക്കതിനെ സെൻഡ് ചെയ്യാൻ പറ്റും. തിരിച്ച് റിസീവറിൽ ഒരു ഡിറ്റക്ടറുണ്ട്, ഫോട്ടോ ഡിറ്റക്ടർ. ഈ ലൈറ്റിനെ റിസീവ് ചെയ്യും. ഫോട്ടോ ഡിറ്റക്ടറിൻ്റെ ജോലി ഇതെല്ലാം തിരിച്ച് റിവേഴ്സാണ്. അതായത് ഈ എത്തുന്ന ലൈറ്റിനെ ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കുക എന്നുള്ളതാണ് ആരുടെ ജോലി? ഫോട്ടോ ഡിറ്റക്ടർ. ഫോട്ടോ ഡിറ്റക്ടർ കൺവേർട്ട് ദീസ് ലൈറ്റ് ഇൻറ്റു ഇലക്ട്രിക്കൽ സിഗ്നൽ. അടുത്ത ഡീകോഡർ ആണെങ്കിൽ ഇത് ഡിജിറ്റൽ ആയിരിക്കും. അതിനെ വീണ്ടും കണ്ടിന്യൂസ് സിഗ്നലാക്കി മാറ്റുന്നുണ്ട്, അല്ലെങ്കിൽ അനലോഗ്, ഡിജിറ്റലിനെ അനലോഗ് സിഗ്നലാക്കി മാറ്റും. അങ്ങനെ ഔട്ട്പുട്ട് സിഗ്നൽ ഫൈനലായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് ഈ എഴുതിയേക്കുന്നത്. വളരെ എളുപ്പമാണ്. ഫസ്റ്റ് ഇൻപുട്ട് സിഗ്നൽ ഈസ് കൺവേർട്ട് ഇൻറ്റു ഇലക്ട്രിക്കൽ. എൻകോഡർ ചേഞ്ച് ദീസ് കണ്ടിന്യൂസ് സിഗ്നൽ ഇൻറ്റു ഡിജിറ്റൽ പൾസസ്. ഒപ്റ്റിക്കൽ ട്രാൻസ്മിറ്റർ ചേഞ്ച് ദീസ് ഇലക്ട്രിക്കൽ സിഗ്നൽ ഇൻറ്റു ലൈറ്റ് ട്രാൻസ്മിറ്റഡ് ത്രൂ ദ ഫൈബർ. Then photo detector receive this light and change into electrical signal. Decoder change these digital pulses into analog signals. Finally we get the output signal. ഇതാണ് എഴുതിയേക്കുന്നത്. അടുത്ത ഫൈബർ ഒപ്റ്റിക് സെൻസേഴ്സ്. ഫൈബർ ഒപ്റ്റിക് സെൻസർ is an application of optic fiber. It can be used for sensing very weak signals such as acoustic field, current, rotation, etc. A fiber optic sensor consists of light source coupled to a sensor element and a photo detector. Different type of optical sensors are intensity modulated sensor and phase modulated sensor. Okay, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം.